എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിന്റെ 17ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാ വായിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് നോക്കാം. മായുടെ മുകളില് ഏത് ചിഹ്നമാണ്? ആ സ്ലാൻഡിംഗ് ലൈൻ എയുടെ ചിഹ്നമാണ്. മേ മേ അതിന്റെ കൂടെ രായുടെ കൂടെ ആയുടെ ചിഹ്നം രാ. മേരാ മേരാ. ഓക്കെ, അടുത്തത് നായുടെ കൂടെ സ്റ്റാൻഡിംഗ് ലൈൻ ആയുടെ ചിഹ്നം നാ. നെക്സ്റ്റ് മായുടെ കൂടെ ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് മ. നാം. ഇതിനെ ഇങ്ങനെ എഴുതാം കേട്ടോ, നാം എന്നും എഴുതാം മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ. അടുത്തത് കാ മാ. ലായുടെ കൂടെ ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് ഹാഫ് ഇൽ. കമൽ. ഓക്കെ, ഇത് ലായായിട്ടും വായിക്കാം ഇല്ലായിട്ടും വായിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചിഹ്നമില്ലാത്തത് കൊണ്ടാണ് ഇൽ. ഹായുടെ മുകളില് 2 വരയുണ്ട്, അത് ഐയുടെ ചിഹ്നമാണ്. ഓക്കെ, ഹൈ ആണ്, പക്ഷേ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഹേ ആയിട്ടാണ് പ്രൊനൗൺസിയേഷൻ വരാറുള്ളത്. ഓക്കെ, അപ്പോ മേരാ നാം കമൽ ഹേ. ഹൈ അല്ല, ഹേ എന്ന് പറഞ്ഞാൽ മതി. മേരാ നാം കമൽ ഹേ. മേരാ നാം കമൽ ഹേ. അടുത്തത് ബായുടെ കൂടെ ഇടചിഹ്നം വന്ന ബേ. ബായുടെ മുകളിൽ ഇടചിഹ്നം, മായുടെ മുകളിൽ ഇടചിഹ്നം. ഓക്കെ, ബേ. അടുത്ത അക്ഷരം ഏതാണ്? ഠായാണ് അല്ലേ. ഠായുടെ കൂടെ ആയുടെ ചിഹ്നം ഠ. അതായത് 2 ഠ കൂടുന്ന സൗണ്ട് ആണ് വരുന്നത് കേട്ടോ. ഠ. ബേഠ ബേഠ. അടുത്ത ദായുടെ മുകളിലും എയുടെ ചിഹ്നം. അപ്പോ എയുടെ ചിഹ്നമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദേ. കണ്ടോ, ദേയുടെ കൂടെ അല്ലെ, രാ പകുതി ദേർ. അടുത്ത മായുടെ കൂടെ തായുടെ കൂടെ ചിഹ്നമില്ലാത്തതുകൊണ്ട് മത്. അതുപോലെ ക. രായുടെ കൂടെ ചിഹ്നമില്ല, അപ്പോൾ രായുടെ പകുതി എന്ന് പറയുമ്പോൾ കർ. ബേട്ട ധേർ മത് കർ. ബേട്ട ധേർ മത് കർ. ഓക്കെ, അടുത്തത് രാ. മായുടെ മുകളിൽ ഇടചിഹ്നം മേ. രമേ. നെക്സ്റ്റ് ഷായുടെ കൂടെ ചിഹ്നമില്ല ഷ്. രമേശ് രമേശ്. അടുത്തത് സാ. വായുടെ മുകളിലെ ഇടചിഹ്നം, അതുപോലെ രായുടെ മുകളിലെ ഇടചിഹ്നം രേ. സവേ അല്ലെ. വായുടെ മുകളിലെ ഇടചിഹ്നം, രായുടെ മുകളിലെ ഇടചിഹ്നം സവേരേ. അടുത്തത് ഉ ഠ ഉഡ്. ഓക്കെ, രമേശ് സവേരേ ഉഡ്. രമേശ് സവേരേ ഉഡ്. മേരാ നാം കമൽ ഹേ. മേരാ നാം കമൽ ഹേ. बेटा देर मत कर. बेटा देर मत कर. रमेश सवेरे उठ. रमेश सवेरे उठ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ച് സെൻറ്റൻസുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.